ബാനു, ഞാനിവിടെ അധികം നേരം നിൽക്കുന്നില്ല. ചിലപ്പോ ഈ മാങ്ങ ഞാൻ വെട്ടി ഉപ്പിലിട്ടെന്ന് വരും. വെറുതെ ഒരു നല്ല ദിവസമായിട്ട് ഞാൻ ഇവിടെ തല്ലുന്നില്ല. ഞാൻ അപ്പുറത്തുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നീയോ ആ ഗോപാലനും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനാ? മഞ്ജുവിനെയും മഹിമയും തമ്മില് ഒന്നിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഇത് ചെയ്താലേ അമ്മയ്ക്ക് ആരെങ്കിലും സമാധാനത്തിന് നോബൽ സമ്മാനം തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? അവര് തമ്മിലങ്ങ് വഴക്ക് കൂടി പോട്ടെന്നേ. നിനക്കിതിൽ നിന്ന് എന്ത് സുഖ കിട്ടുന്നത്? നീ എങ്ങനെയാടി ഇത്രയും ദുഷ്ടയായത്? അതറിയില്ലേ, മക്കൾക്കൊന്നെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ സ്വഭാവമായിരിക്കും കിട്ടുക. എനിക്കെന്തായാലും അച്ഛന്റെ സ്വഭാവമല്ല കിട്ടിയിരിക്കുന്നത്. അച്ഛൻ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളായിരുന്നില്ലേ? പിന്നെ ആകെ സാധ്യത അമ്മയുടെ സ്വഭാവം കിട്ടാനാ. അമ്മയുടെ ഉള്ളിലെ ഒരു ദുഷ്ട ഉറങ്ങി കിടക്കുന്നുണ്ട്. അതിപ്പോ പേരക്കുട്ടിയോടുള്ള സ്നേഹം കാരണം പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. അവക്ക് കുഞ്ഞ് ജനിച്ചതിന് ശേഷവും അമ്മയും മഞ്ജുവും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊന്ന് കാണണം. ഈ നന്മയുടെ മുഖംമൂടിയൊക്കെ അപ്പോഴേക്കും വീണു പോവും. നല്ല ദേഷ്യത്തിലാന്ന് തോന്നുന്നു. മഞ്ജുവായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാന്ന് കരുതിയിട്ടായിരിക്കും മോൾ ഇങ്ങോട്ട് വന്നേ. പക്ഷേ ഞാനിവിടെ ഉണ്ടാവുമെന്ന് മോള് പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ? സത്യം, താനൊരു നാണം കെട്ടവനാണെന്ന് അറിയാമായിരുന്നെങ്കിലും ഇത്രയും തൊലിക്കെട്ടി കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ വിളിക്കാത്ത പരിപാടികൾക്ക് വലിഞ്ഞു കയറി ചെന്ന് പട്ടിഷോ കാണിക്കുന്നത് തന്റെ സ്ഥിരം ഏർപ്പാടാണല്ലോ. എന്ത് ഷോ കാണിച്ചിട്ടാണെങ്കിലും ഞാനിപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, അത് മതി. നീയും നിന്റെ ചേച്ചിയും ആഞ്ഞു ശ്രമിച്ചിട്ടും ഗിരിയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം മാറ്റാൻ പറ്റിയോ? പറ മോളെ. ഇല്ല. ഇപ്പോ ഞങ്ങള് ബന്ധുക്കളും കൂടെ. ഇനി നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ ഗിരിയെ കൊണ്ട് നിന്നെ നിന്റെ വീട്ടുകാരെയും ഇവിടുന്ന് പിറക്കി പിടിക്കാൻ പറ്റും. പിന്നെ നല്ലൊരു ചടങ്ങടക്കാണല്ലോ എന്ന് കരുതി ഞാനതങ്ങ് മിണ്ടാതെ വിട്ടതാ. ഗിരിയേട്ടന്റെ ബലത്തിൽ താൻ കുറെ അങ്ങ് ചാടണ്ട. ഈ ബന്ധം അധികകാലം നിലനിൽക്കുമെന്ന് താൻ കരുതവും വേണ്ട. വൈകാതെ ഗിരിയേട്ടന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് താൻ മനസ്സിലാക്കും. മഹിമയ്ക്ക് വേണ്ട വിവരങ്ങളെല്ലാം കൊടുത്ത് അവളെ ഈ വീട്ടിൽ മോഷ്ടിക്കാൻ സഹായിച്ചത് അയാളാ. നീ ഇതാരെ കുറിച്ചായി പറയുന്നേ? ഗിരിയേട്ടനെ കുറിച്ച്. അങ്ങനെ ഒരു ദിവസം വന്ന തന്നെ ഈ നാട്ടിലെ റോഡിലൂടെ ഗിരിയേട്ടൻ തല്ലി ചതച്ച് ജയിലിലേക്ക് കൊണ്ടുപോകും. അന്ന് ആ മംഗളകരമായ കർമ്മം കാണാൻ സന്തോഷിച്ച് കൈയടിക്കുന്നവരുടെ കൂട്ടത്തില് പരസ്പരമുള്ള പിണക്കമെല്ലാം മറന്ന് ഞാനും എന്റെ ചേച്ചിയും ഉണ്ടാവും. ഇതൊക്കെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്ന് നിനക്കെന്താ മനസ്സിലാവാത്തെന്ന് എനിക്കറിയില്ല. എന്നോട് സംസാരിച്ച് ഞാൻ എന്റെ സമയം കളയുന്നില്ല. ഗോപാല, തന്റെ ലെഡ്ജർ ഇപ്പോഴും എന്റെ കയ്യിലാണെന്ന കാര്യം മറന്നോ? അത് ഞാൻ പോലീസിനോ മീഡിയക്കോ കൊടുത്ത ശാലിനിയുടെ കാര്യം പോക്കായിരിക്കും. ജയിലിലെ താമസമൊന്നും അവക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുപറ്റി? ഇപ്പൊ കോമഡി ഒന്നും പറയാൻ തോന്നുന്നില്ലേ? നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഞാനെന്ന് പറഞ്ഞില്ലേ, ജസ്റ്റിന്റെ കുടുംബത്തിന് നല്ലൊരു തുക നഷ്ടപരിഹാരമായി കൊടുക്കണം. എനിക്ക് കാത്തുനിന്ന് ക്ഷമ നഷ്ടപ്പെട്ടു. എത്രയും പെട്ടെന്ന് പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ തന്റെ മോളെ ഞാൻ അഴി എണ്ണിക്കും. ഞാൻ അവർക്ക് കാശ് കൊടുത്തതിന് ശേഷം നീ എനിക്ക് ലെഡ്ജർ തന്നില്ലെങ്കിലോ? ഞാൻ മാധവന്റെ മകളാ. എന്റെ വാക്കാണ് എന്റെ ഉറപ്പ്. താനേ സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ടിവിയിൽ തന്റെ മകളെ കുറിച്ചുള്ള റിപ്പോർട്ട് വരുമ്പോ വിഷമിക്കാൻ നിൽക്കണ്ട. തന്റെ മകളായി ജനിച്ചതിന്റെ കൂലിയാണെന്ന് കരുതിയാ മതി. വേണ്ട,
നാളെ തന്നെ ഞാൻ വേണ്ടത് ചെയ്തോളാം. അങ്ങനെ ചെയ്ത തനിക്കും തന്റെ മോൾക്കും കൊള്ളാം. നിലാവ് പെയ്യുമീ കിനാവ് പോലെ നീ വരുന്നു മുന്നിൽ, വിരൽ തലോടും ഓർമ്മയിൽ തുളുമ്പിയൻ മനം ഇതാദ്യമായി. വളർന്നിടുന്ന തീയു പോലെ മെയ്യാകെ നുണഞ്ഞലിഞ്ഞതേനു പോലെ ഉള്ളാകെ ഉണർന്നമർന്ന മഞ്ഞ് പോലെ നെഞ്ചാകെ ചേരുന്നു നീരാടെ. മഹിമേ, താൻ എങ്ങോട്ടായി പോകുന്നേ? ഗിരിയേട്ടന്റെ കൂടെ ചേച്ചി സന്തോഷത്തോടെ നിൽക്കുന്ന കാണാൻ എനിക്ക് പറ്റുന്നില്ല. ഇത് ഞാൻ വിചാരിച്ചതിലും പാടാ. ഞാൻ വീട്ടിലേക്ക് പോവാ. എടോ, താനും മഞ്ജുവും തമ്മിലുള്ള ശത്രുത കാണാനാ ഗോപാലനടക്കം ഇവിടെയുള്ള പലരുടെ ആഗ്രഹം. താൻ ഇങ്ങനെ പെരുമാറിയാം അവരൊക്കെ ജയിച്ചതുപോലെ ആവില്ലേ? ഈ വിഷയത്തിൽ എനിക്ക് ചേച്ചിക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല വക്കീലെ. തനിക്ക് തന്റെ വാശിയാണ് ഏറ്റവും വലുതെന്ന് എനിക്കറിയാം. താൻ സ്വന്തം ചേച്ചിക്ക് വേണ്ടി തോറ്റു കൊടുക്കുന്നതാണോ അതോ ആ ഗോപാലിന്റെ മുമ്പിൽ തോക്കുന്നതാണോ എന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ആലോചിക്ക്. മഹിമ പോയല്ലേ, സാരമില്ല. അവള് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഇനിയും സമയമെടുക്കും. അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. മഹിമ നല്ല വാശിയുള്ള കുട്ടിയാ. എന്നെ തകർത്ത് ഇല്ലാതാക്കിയിട്ടേ മഞ്ജുവായിട്ടുള്ള ശത്രുത അവസാനിപ്പിക്കുന്ന അവള് തീരുമാനിച്ചിരിക്കുന്നേ. എന്നെ തകർക്കാൻ ഇവർ രണ്ടുപേരും ആഞ്ഞു ശ്രമിച്ചാലും ഈ ജമ്മത്ത് നടക്കാൻ പോകുന്നില്ല. അപ്പോ ഇവരുടെ ശത്രുത അവസാനിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. മുട്ടനാടുകൾ തമ്മിലടിക്കുമ്പോ ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കനെ പോലെ താൻ നോക്കി നിൽക്കണ്ട. ഞങ്ങൾ തിരഞ്ഞെടുത്ത മാർഗങ്ങൾ വേറെ ആയിരിക്കും, പക്ഷെ ലക്ഷ്യം ഒന്നാ, തന്നെ തകർക്കുക. അത് ഞങ്ങൾ എന്തായാലും ചെയ്തിരിക്കും.